നമസ്കാരം. മറുപടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു സന്ദർശിച്ച വേളയിൽ അഭിമന്യ പിതാവ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ക്രൈസ്തവർക്ക് ആ ഒരു മൈക്രോ മൈനോറിറ്റി പദവി നൽകണം എന്നൊരു കാര്യം. കേന്ദ്രമന്ത്രി അത് അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന ഒരു കാര്യം അഭിമന്യ പിതാവിനോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയുണ്ടായി. എന്താണ് യഥാർത്ഥത്തിൽ ഈ മൈക്രോ മൈനോറിറ്റി പദവി? ക്രൈസ്തവർ വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ പ്രതിസന്ധികൾക്ക് ഒരു ശമനം നൽകുവാൻ അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്തുവാൻ ഈ മൈക്രോ മൈനോറിറ്റി പദവിക്ക് സാധ്യമാകുമോ? ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള മറുപടികളുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സീറോ മലബാർ സഭ PRO ഏറ്റവും ബഹുമാനപ്പെട്ട ഫാദർ ടോം ഒലിക്കരോട്ടച്ചനാണ്. അച്ഛാ, ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മൾ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കേരളത്തിൽ ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധികൾ. പ്രത്യേകിച്ച് നമുക്കറിയാം, സുറിയാനി ക്രൈസ്തവർ വളരെയധികം ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്, സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ അഭിമന്യ പിതാവ് കേന്ദ്ര മന്ത്രിയോട് ആവശ്യപ്പെട്ട ആ മൈക്രോ മൈനോറിറ്റി ആ ഒരു പദവി, ആ ആവശ്യത്തിന് എത്രത്തോളം ഈ കാലഘട്ടത്തിൽ ഒരു പ്രസക്തിയുണ്ട്? യഥാർത്ഥത്തിൽ ഈ മൈക്രോ മൈനോറിറ്റി പദവി ക്രൈസ്തവ സമൂഹത്തിന് ലഭിക്കണമെന്നുള്ള ഒരാവശ്യം വളരെ നാളുകളായിട്ട് തന്നെ വിവിധ സമുദായ സംഘടനകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യമാണ്. ദേശീയ ശ്രദ്ധയിലേക്കൊക്കെ അത് പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ദേശീയ ന്യൂനപക്ഷകാര്യ മന്ത്രി ശ്രീ കിരൺ റിജിജു നേരിട്ടെത്തുകയും അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ഈ ഒരു ആവശ്യം ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിലും പരിഗണനയിലും ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പ് നൽകുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അപ്പോൾ ഇതൊരു വലിയ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് വലിയൊരു ആശാവഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മൈക്രോ മൈനോറിറ്റി എന്ന് പറയുന്ന ഈ ഒരു പദമോ പദവിയോ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലില്ല. ന്യൂനപക്ഷ അംഗങ്ങൾ എന്നുള്ള ഒരു പദവുമാണ് ഭരണഘടനയിലുള്ളത്. എന്നാൽ കാലത്തിനനുസരിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കാറുണ്ട്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജിയോ പാർസി പദ്ധതി നടപ്പിലാക്കുന്നത്. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉന്മൂലനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന പാർസി സമുദായത്തെ സമുദ്ധരിക്കാനുള്ള ഒരു വളരെ ക്രിയാത്മകമായ പദ്ധതിയാണ്. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ക്രൈസ്തവർ 2.4% എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്കത് ഒരു പൊതുവായ സാന്നിധ്യമല്ല. ചില സംസ്ഥാനങ്ങളിൽ വളരെ പരിമിതമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് ക്രൈസ്തവരുടേതുള്ളത്. ഇനി സുറിയാനി ക്രൈസ്തവരുടെ സഭകളുടെ സാന്നിധ്യത്തെ കുറിച്ച് പറഞ്ഞാൽ അത് 0.4% ആണ് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള നമ്മുടെ സാന്നിധ്യം. അപ്പോൾ മൈക്രോ മൈനോറിറ്റി പദവി എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് രാജ്യത്തെ ജനസംഖ്യയിൽ ഏറ്റവും ചെറിയ ശതമാനമായിട്ടുള്ള വിഭാഗങ്ങൾ എന്നുള്ളതാണ്. അങ്ങനെ ആവുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ജനസംഖ്യാപരമായിട്ടും സാമൂഹികമായിട്ടും സംഘടിത ശേഷിയിലും പ്രബലരായിരിക്കുന്ന വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് ഏറ്റവും ശോഷിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ സംവിധാനങ്ങളുടെ സവിശേഷ ശ്രദ്ധയും കരുതലും ആവശ്യമുള്ള അവശ വിഭാഗത്തെ, ഏറ്റവും ന്യൂനപക്ഷത്തെ കണ്ടെത്തി തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ഒരു മൈനോറിറ്റി പദവിയുടെ അർത്ഥം തന്നെ. മൈക്രോ മൈനോറിറ്റി എന്നുള്ളതിന്റെ അർത്ഥം തന്നെ ആ ഒരു ഐഡന്റിഫിക്കേഷനാണ്. ഇനി അതിന്റെ മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള ഒരു പദവിയിലൂടെ ഏറ്റവും ന്യൂനപക്ഷമായിട്ടുള്ള സമൂഹങ്ങൾക്ക് തങ്ങളുടെ സ്വത്വവും ഐഡന്റിറ്റിയും മതവിശ്വാസവും സംസ്കാരവും എല്ലാം പരിരക്ഷിക്കാനും അടുത്ത തലമുറകളിലേക്ക് അത് പങ്കുവയ്ക്കാനുമുള്ള ഒരു സുരക്ഷിതത്വം ഗവൺമെന്റിന്റെ തന്നെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയാണ്. കൂടാതെ തന്നെ ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലും നമുക്ക് അർഹമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം. ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ എന്ന് വിശാല അവകാശത്തിൽ പറയുമ്പോൾ അതിൽ തന്നെ സംഘടിതരും ജനസംഖ്യയിൽ മുന്നിട്ട് നിൽക്കുന്നവരുമായ ആളുകളോടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെയും താല്പര്യവും പരിഗണനയും അവർക്കായിട്ടാണ് ചെലവഴിക്കപ്പെടുന്നത് എന്നുള്ളതിന്റെ നൂറ് ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പോൾ ഒരു സമൂഹത്തിന്റെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യമാണ് നമ്മൾ ഉയർത്തുന്നത്. അപ്പോൾ ഈ ജനാധിപത്യ സംവിധാനത്തിൽ സാമൂഹികമായും സാമ്പത്തികമായും ശോഷിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ സംരക്ഷിക്കണം. ന്യൂനപക്ഷങ്ങൾക്ക് വിഭാവനം ചെയ്തിരിക്കുന്ന പരിരക്ഷ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. അതല്ലാതെ അതിവേഗം എല്ലാ തരത്തിലും വളരുകയും വർദ്ധിക്കുകയും ചെയ്യുന്ന സമൂഹങ്ങൾക്ക് അത് പോകാൻ പാടില്ല. ഏറ്റവും ന്യൂനപക്ഷങ്ങൾക്കും അത് കിട്ടണമെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിൽ നിന്നായിട്ടാണ് ഈ ഒരു ആവശ്യം യഥാർത്ഥത്തിൽ ഉയർന്നിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ജോർജ്, ഇതൊരു അന്യായമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യമല്ല, മറിച്ച് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സമൂഹം തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള കരുതലിനെടുക്കുന്ന വളരെ ഭാവാത്മകമായിട്ടുള്ള ഒരു ആവശ്യമാണിത്. അപ്പോൾ ഈ ഒരു ആവശ്യം യഥാർത്ഥത്തിൽ ഒരു തുടർ ചർച്ചയുടെ, ജനാധിപത്യത്തിൽ തന്നെ സംവാദവും ആരോഗ്യകരമായ ചർച്ചകളുമാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിന്റെ സാങ്കത്യത്തെക്കുറിച്ചും അതിന്റെ അനിവാര്യതകളെക്കുറിച്ചുമുള്ള തുടർ ചർച്ചകൾക്ക് ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം തെളിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രൈസ്തവ സമുദായത്തിന്റെ നിലനിൽപ്പ് എത്രമേൽ ഭീഷണികൾ നേരിടുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള അതിലേക്കൂടെ വെളിച്ചം വീശുന്ന ഒരു ആവശ്യം കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു വെച്ചാൽ, അതായത് ഇപ്പം കേന്ദ്രമന്ത്രി ഒരു ഉറപ്പ് നൽകുന്നു ഈ അത്തരം ഒരു പദവി അത് പരിഗണിക്കാമെന്നൊരു കാര്യം പറയുന്നത് വളരെ നല്ല കാര്യം. അദ്ദേഹം വെറുതെ അങ്ങനെ ഉറപ്പ് പറയത്തില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. നമ്മുടെ ക്രൈസ്തവ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെയൊക്കെ ഒരു പശ്ചാത്തലം അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ മറ്റൊരു ആംഗിൾ നമ്മൾ ചിന്തിക്കുമ്പോൾ വെച്ചാൽ, ഈ ഒരു ആവശ്യം അത് ക്രൈസ്തവർക്ക് ഉള്ളിൽ തന്നെ ഒരു സ്വയം വിചിന്തനത്തിൻ്റെ ഒരു ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നില്ല. അതായത് എത്രത്തോളം ഒരു ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വിവിധ മേഖലകളിൽ കേരളത്തിലെ ക്രൈസ്തവ സമുദായം എത്തി നിൽക്കുന്നു എന്ന് സ്വയം ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു ആവശ്യം വിരൽ ചൂണ്ടുന്നില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഇതൊരു കേവലം ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിൽക്കുന്നത്, മറിച്ച് ഇതൊരു ന്യൂനപക്ഷത്തിന്റെ, ക്രൈസ്തവ സമൂഹത്തിന്റെ ഐഡന്റിറ്റിയും നമ്മുടെ സംസ്കാരവും വിശ്വാസവും സംരക്ഷിക്കപ്പെടാനും അത് ഭാവി തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാഹചര്യം നമുക്ക് ഇന്ത്യയിൽ ഉറപ്പാക്കാനും വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഇനി പലപ്പോഴും ഈ ഒരു ആവശ്യത്തോട് വിമർശനാത്മകമായി പ്രതികരിക്കുന്നതും ഇതിനെ രാഷ്ട്രീയപരമായ നിറം ചാർത്തുന്നതും പല ക്രൈസ്തവരുമാണെന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ദൗർഭാഗ്യകരമായ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ വേർതിരിവുകൾ മറന്ന്, അഭിപ്രായ ഭിന്നതകൾ മറന്ന് ഒറ്റക്കെട്ടായി ഈ ഒരു നിലനിൽപ്പിന്റെ ഈ ഒരു വിഷയത്തോട് പ്രതികരിക്കണമെന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം വെച്ചാൽ, നമുക്കറിയാം ഇത് നടപ്പാക്കുന്നത് അത്ര ഒരു സ്മൂത്ത് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ 80-20 വിധി വന്ന സമയത്ത് പോലും ന്യായമായിട്ടുള്ള ആ ഒരു ആവശ്യം നടപ്പാക്കുന്ന ആ ഒരു വിഷയത്തിൽ പോലും നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച നിലപാട് നമുക്കറിയാം. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നു ആ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. അപ്പോൾ ഇതൊരു നടപ്പാക്കുന്ന ഒരു സ്മൂത്ത് ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? അതോ ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് ഈ മന്ത്രി പറഞ്ഞതിന് നമ്മൾ കാണേണ്ടതുണ്ടോ? ഇതൊരു ആരോഗ്യകരമായ സംവാദത്തിന് വഴിതെളിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ, ഈ ഒരു വിഷയം ക്രൈസ്തവ സമൂഹത്തിന്റെ വളരെ സവിശേഷമായ ശ്രദ്ധ ആവശ്യമുണ്ട്, ദേശീയ തലത്തിൽ തന്നെ ഉണ്ട് എന്നും, ന്യൂനപക്ഷങ്ങൾക്കിടയിലെ ആനുകൂല്യങ്ങളുടെയും ന്യൂനപക്ഷ അവകാശങ്ങളുടെയും കാര്യത്തിൽ ക്രൈസ്തവ സമൂഹം പിന്തള്ളപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, അവഗണിക്കപ്പെടുന്നു, സാമൂഹികമായ അവഗണനയ്ക്ക് നമ്മൾ വിധേയരാകുന്നു എന്നുള്ള ചില കാര്യങ്ങളെ വസ്തുതാപരമായിട്ട് നമുക്ക് ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം എന്തുകൊണ്ടാണ് ഇത് അനിവാര്യമായിരിക്കുന്നത് എന്നുള്ളതിന്റെ കാരണം. ഒന്ന്, ക്രൈസ്തവ സമൂഹത്തിന്റെ അതിഗൗരവമായിട്ടുള്ള ഡീപോപ്പുലേഷൻ അഥവാ ജനസംഖ്യാ ശോഷണത്തെ നമുക്കിവിടെ കാണാതിരിക്കാനാവില്ല. കാരണം ഒരു സമൂഹം അതേപോലെ തന്നെ നിലനിൽക്കണമെങ്കിൽ TFR, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 2.1% ആണ്. ഇന്ന് ക്രൈസ്തവ സമൂഹത്തിന്റെ ശതമാനം 1.6 എന്ന് പറഞ്ഞാൽ ഡീപോപ്പുലേഷൻ അഥവാ ജനസംഖ്യാ ശോഷണം നേരിടുന്നു. അനധിവിദൂര ഭാവിയിൽ നമ്മളൊരു ഉന്മൂലനത്തിലേക്ക് നമ്മുടെ സമൂഹം പോകാം. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് അതിജീവനത്തിന് വേണ്ട ഒരു സാധ്യതകൾ, സ്വാഭാവിക വംശനാശത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ട ഒരു കരുതൽ ഇവിടെ ആവശ്യമാണ്. രണ്ടാമത്, നമ്മുടെ സമൂഹത്തിൽ നിന്നാണ് ഏറ്റവും അധികം കുടിയേറ്റങ്ങൾ നടക്കുന്നു, ചെറുപ്പക്കാരുടെ. അതിൽ തന്നെ ഒരു ബ്രെയിനും മൈഗ്രേഷനും ഇതിലൂടെ നടക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ എന്തുകൊണ്ട് ഈ ചെറുപ്പക്കാർ ഇങ്ങനെ കുടിയേറ്റത്തിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കുമ്പോൾ, നാട്ടിൽ നിന്നാൽ യാതൊരു സംവരണങ്ങളും ഇല്ലാത്ത സുറിയാനി ക്രിസ്ത്യാനികൾക്ക് തന്നെ നമ്മൾ പറഞ്ഞാൽ യാതൊരു സംവരണങ്ങളും ഇല്ലാത്ത ചെറുപ്പക്കാർ, മൈനോറിറ്റികൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് പലവിധ സംവരണങ്ങളുണ്ട്, പക്ഷെ ഇതിലൊന്നും അവർ പെടുന്നില്ല. അപ്പോൾ ഗവൺമെന്റ് തലത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സർക്കാർ സംവിധാനങ്ങളിൽ ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ അവരൊക്കെ തിരസ്കൃതരാവുകയും ഉപജീവനവും അതിജീവനവും അസാധ്യമാവുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ, ഈ രാഷ്ട്രത്തെ അവരുടെ ബുദ്ധിയും കഴിവുകളും കൊണ്ട് വളർത്തിയെടുക്കണമെങ്കിൽ നമുക്ക് അവർ ഈ നാട്ടിൽ നിൽക്കണം. അങ്ങനെയുള്ള ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട ക്രൈസ്തവരായ ചെറുപ്പക്കാർക്ക് സർക്കാർ സംവിധാനങ്ങളിൽ അർഹമായ ജോലി കിട്ടാനുള്ള സംവരണങ്ങളും പരിരക്ഷയും ഉറപ്പാക്കുക എന്നുള്ളത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
ഈ യുവജനങ്ങൾ ഇവിടെ നിന്നില്ലെങ്കിൽ നമ്മുടേതൊരു ഏജിങ് സൊസൈറ്റി, വൃദ്ധരായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടേത് മാറും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ജനസംഖ്യയിലുള്ള കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യം, നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ജനാധിപത്യ രാഷ്ട്രത്തിൽ പാർലമെന്റുകളിൽ, പ്രതിനിധി സഭകളിൽ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി സംസാരിക്കാൻ നമുക്ക് ആളില്ലാതാവുന്നു. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ പോലും ക്രൈസ്തവ സമൂഹത്തിലേക്ക് എത്തുന്നേയില്ല. വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ കേരളത്തിൽ തന്നെ നമ്മൾ ചിന്തിച്ചാൽ, ന്യൂനപക്ഷ വകുപ്പിന്റെ കാര്യത്തിൽ തന്നെ എത്രയോ തവണ ക്രൈസ്തവ സമൂഹം വളരെ റീസണബിൾ ആയിട്ടുള്ള ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട്. ഒന്നും പരിഗണിക്കപ്പെട്ടിട്ടേ ഇല്ല. ഇനി മറ്റൊരു പ്രധാന കാര്യം, നിലവിൽ ഇവിടെ ഒരു ന്യൂനപക്ഷ നീതി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കത് സംശയമാണെന്നാണ് ഉത്തരം. കാരണം ഈ നിലവിലുള്ള ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ എണ്ണത്തിൽ കുറവ് എന്നുള്ള ഒരു പൊതു കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. എന്നാൽ പലപ്പോഴും ഈ സർക്കാർ പദ്ധതികൾ, ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ആരായിട്ടാണ് മാറുന്നത്? അത് ന്യൂനപക്ഷത്തിലെ പ്രബല വിഭാഗം, സംഘടിതമായ ശേഷിയുള്ള ആളുകൾ അതിന്റെ പ്രധാന ഗുണഭോക്താക്കളാക്കി മാറുകയും മറ്റ് ന്യൂനപക്ഷങ്ങളിലേക്ക്, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പരിഗണനയ്ക്ക് വിധേയരല്ലാതായിട്ടുള്ള ആളുകൾക്ക് ആ ആനുകൂല്യങ്ങൾ എത്താതിരിക്കും. അപ്പോൾ രാഷ്ട്രീയക്കാരുടെ വോട്ട് ബാങ്ക് പ്രീണനത്തിൽ അവർ ആരെയാണ് പ്രീണിപ്പിക്കുന്നത്? ന്യൂനപക്ഷങ്ങൾക്കിടയിലെ സംഘടിത പ്രബല വിഭാഗത്തിന്റെ കാര്യങ്ങളിലായിരിക്കും അവർക്ക് ശ്രദ്ധ. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ അവകാശം പരിരക്ഷിക്കപ്പെടാൻ മൈക്രോ മൈനോറിറ്റി പദവി എല്ലാം തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നതിൽ നമുക്ക് സഹായമാണ്. വനംവകുപ്പിന്റെ ഒരു പദ്ധതിയുണ്ട്. അത് ഈ വനംവകുപ്പ് എല്ലാ വന്യമൃഗങ്ങൾക്കും സംരക്ഷണം കൊടുക്കുമെങ്കിലും വംശനാശ ഭീഷണി നേരിടുന്ന കടുവകൾ, ഇങ്ങനെയൊക്കെ ഉള്ളതിന് പ്രത്യേകമായ പരിരക്ഷ കൊടുക്കും. ടൈഗർ ലോജിക് എന്ന് വേണം അതിനെ പറയാൻ. ഇതേപോലെ തന്നെയാണ് ന്യൂനപക്ഷങ്ങളെ എല്ലാം ഇന്ത്യ സംരക്ഷിക്കുന്നത്. എന്നാൽ അതിലേറ്റവും ദുർബലമായിട്ടുള്ള അതിജീവനത്തിന് വേണ്ടി ക്ലേശിക്കുന്ന സമൂഹത്തിന് പ്രത്യേക പരിരക്ഷ കൊടുക്കണമെന്നുള്ളതാണ് ഇവിടെ പ്രസക്തമാകുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് അവരുടെ വിശ്വാസവും മതപരമായ സംസ്കാരവും ഭാഷയും ഒക്കെ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജനാധിപത്യ സംവിധാനം കൊടുത്ത ഒരു നിയമപരിരക്ഷയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായ നിരവധി കടന്നുകയറ്റങ്ങളെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെട്ടു. ശിരോവസ്ത്രങ്ങളുടെ പേരിൽ, അതല്ലെങ്കിൽ പ്രാർത്ഥനാ മുറികളുടെ പേരിൽ, അങ്ങനെ പല പല ന്യായങ്ങളുടെ പേരിൽ, രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങളുടെ പേരിലൊക്കെയുള്ള ആക്രമണങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക്, നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ആതുരാലയങ്ങളിലേക്ക് അങ്ങനെയുള്ള സംഘടിതമായ മുന്നേറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലമുറകളായിട്ട് നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ട് പണിതുയർത്തിയിട്ടുള്ള ഈ സ്ഥാപനങ്ങൾ നിലനിൽക്കണമെങ്കിൽ അതിന് നമുക്ക് ഇന്നൊരു പരിരക്ഷ ആവശ്യമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ സമൂഹം തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഈ മൈക്രോ മൈനോറിറ്റി പദവി എന്താണ്? നമുക്കുള്ള ഒരു സുരക്ഷയായിട്ട്, ഗവൺമെന്റിന്റെ സുരക്ഷയായിട്ട് അതിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പരിശീലന കേന്ദ്രങ്ങൾ യുവാക്കൾക്ക് വേണ്ടിയിട്ട് ന്യൂനപക്ഷ മന്ത്രാലയം പലയിടങ്ങളിൽ സ്ഥാപിച്ചു. വളരെ വസ്തുതാപരമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ പരിശീലന കേന്ദ്രങ്ങളൊക്കെയും യഥാർത്ഥത്തിൽ ക്രൈസ്തവരുടെ അക്സസിബിലിറ്റി ഉള്ള ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വളരെ വിരളമാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് അതൊക്കെയും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മൈക്രോ മൈനോറിറ്റി പദവി ഭരണഘടനാപരമായി ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് കിട്ടിയാൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ ഇത് സ്ഥാപിക്കപ്പെടേണ്ടത് നമുക്കൊരു അതിനുള്ള ഒരു ഉറപ്പ് നമുക്കതിലൂടെ കിട്ടുകയാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഉദ്യോഗസ്ഥ ഭരണതലത്തിൽ നമ്മുടെ പ്രാതിനിധ്യം നഷ്ടമാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു പരിരക്ഷ നിയമത്തിലൂടെ ഭരണഘടനാപരമായി ലഭിക്കുമ്പോൾ ജനപ്രതിനിധി സഭകളിൽ, ഭരണ സംവിധാനങ്ങളിൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് അർഹമായ ഒരു പ്രാതിനിധ്യം കിട്ടുകയും നമ്മുടെ ശബ്ദം ന്യൂനപക്ഷ അവകാശങ്ങളും ക്ഷേമ പദ്ധതികളും വിതരണം ചെയ്യപ്പെടുമ്പോൾ നമുക്ക് കൃത്യമായി കേൾപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയും കാണിക്കുന്നത് അനുദിനം സമൂഹത്തിന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സാമൂഹിക അവഗണനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള കരുതലാണ് നമുക്കൊരു ന്യൂനപക്ഷ മൈക്രോ മൈനോറിറ്റി പദവി കിട്ടണമെന്നുള്ള ഈ ഒരു ആവശ്യത്തിന്റെ പിറകിൽ. ഇത് ക്രൈസ്തവ സമുദായ സംഘടനകളുടെ ഒരു ആവശ്യമാണ്.
സഭാ നേതൃത്വവും ഈ ഒരു ആവശ്യത്തെ ജനങ്ങളുടെ ആവശ്യം എന്നുള്ള നിലയിൽ അതിനെ ഏറ്റെടുത്തുകൊണ്ടാണ് ബഹുമാന്യനായ ന്യൂനപക്ഷ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും അദ്ദേഹം ആ കാര്യത്തിൽ പരിഗണിക്കാമെന്നുള്ള ഉറപ്പ് നൽകുന്നു. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് വെച്ചാൽ നമുക്കറിയാം, പലപ്പോഴും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ മറു സൈഡിൽ നിന്ന് ഉയരുന്ന ഒരു വിമർശനമാണ്. അതായത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് മേലുള്ള ഒരു കടന്നുകയറ്റം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നഷ്ടമാകും, അതിൻ്റെ ഒരു മുന്നോടിയാണ് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പലരും പല കോണുകളിൽ നിന്നും ഉന്നയിക്കാറുണ്ട്. അതിനുള്ള ഒരു മറുപടി. യഥാർത്ഥത്തിൽ ഇവിടെ ആരുടെയും ആനുകൂല്യങ്ങളെ കവർന്നെടുക്കുകയല്ല. ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന ന്യൂനപക്ഷ ആനുകൂല്യങ്ങളും സംരക്ഷണവും നീതിപൂർവകമായ വിനിമയം ഉറപ്പാക്കുകയാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. ഒരു സമൂഹമോ ഏതെങ്കിലും സമുദായങ്ങളോ മാത്രമല്ല വളരേണ്ടത്. ഇന്ത്യയുടെ ബഹുസ്വരത നിലനിർത്തുന്നതിൽ ഏറ്റവും ചെറിയ പാർസികൾ മുതൽ ക്രൈസ്തവ സമൂഹം തുടങ്ങി എല്ലാ വിഭാഗങ്ങളുടെയും നിലനിൽപ്പും സുസ്ഥിതിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് ക്രൈസ്തവ സമൂഹം വളരെ ശോഷണങ്ങളെ നേരിടുന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു സവിശേഷ ശ്രദ്ധ ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അനിവാര്യമാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ആവശ്യത്തെ ഉന്നയിക്കുന്നത്. അത് ആരുടെയും അവകാശങ്ങൾ ഇന്നോളം ക്രൈസ്തവർ ഒരിടത്തും കവർന്നെടുത്തിട്ടില്ല. ന്യായമല്ലാത്ത, ഉദാഹരണം പറഞ്ഞാൽ ഭരണഘടനാ ശില്പികൾ, നിങ്ങൾക്ക് അന്നത്തെ ഭരണഘടനാ സമിതിയിൽ ഉണ്ടായിരുന്ന പുരോഹിതനായിട്ടുള്ള ആളോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ഞങ്ങൾക്ക് യാതൊരു സംഭരണങ്ങളും ആവശ്യമില്ല, പൊതുസമൂഹത്തോട് ജനറൽ കാറ്റഗറിയോട് മത്സരിച്ച് അല്ലെങ്കിൽ നിന്നുകൊണ്ട് തന്നെ വേണ്ട കാര്യങ്ങൾ, ജോലികൾ ഒക്കെയും നേടാനുള്ള കഴിവുണ്ട് എന്നുള്ള വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ ഭരണഘടനയുടെ രൂപീകരണ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹം എടുത്തിട്ടുള്ളത്. ആരുടെയും ഒരവകാശം ഇന്നോളം കവർന്നിട്ടില്ല. പക്ഷേ ന്യായമായി കിട്ടേണ്ട അവകാശങ്ങൾ പലതും നമുക്ക് നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഇന്നോളം കണ്ടുകൊണ്ടിരുന്നത്. അത് ആ നഷ്ടപ്പെടൽ നിശബ്ദമായി കണ്ടുകൊണ്ടിരിക്കുന്നത് കൃത്യവിലോപമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ന്യൂനപക്ഷ പദ്ധതികളുടെ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളുടെ നീതിപൂർവകമായ വിതരണം ഉറപ്പാക്കണം എന്നുള്ള ഒരു ആവശ്യം നമ്മൾ ഉന്നയിക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി. ചാച്ചൻ പറഞ്ഞതുപോലെ വളരെ അടിയന്തര പ്രാധാന്യത്തോടെ ഭരണകൂടങ്ങൾ കാണേണ്ട ഒരു ആവശ്യം തന്നെയാണ് ക്രൈസ്തവരുടെ ഈ മൈനോറിറ്റി ആ ഒരു പദവി. ഒപ്പം തന്നെ ഇത് ഗൗരവമേറിയിട്ടുള്ള ചിന്തകൾക്കും ചർച്ചകൾക്കും ഈ ഒരു ആവശ്യം വഴിതെളിക്കട്ടെ. അനുഭാവപൂർവ്വം മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ ക്രൈസ്തവരുടെ ന്യായമായിട്ടുള്ള ഈ ഒരു ആവശ്യത്തെ നോക്കിക്കാണട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള മറുപടികൾ പങ്കുവച്ച ഫാദർ ടോം വലിക്കരോട്ട് അങ്ങേക്ക് നന്ദി.